യു ഡി എഫിൻ്റെ സ്ഥിതി അപ്പോൾ എന്താണ്? അവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ ലീഗിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ ഡിബേറ്റ് അവസാനിപ്പിക്കുന്നതാണ് യു ഡി എഫിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഇപ്പോൾ യു ഡി എഫ് ആഞ്ഞ് ശ്രമിക്കുന്നത് ഈ ഡിബേറ്റ് അവസാനിക്കും, ഈ തർക്കം അവസാനിക്കുക, ആ വിഷയം മാറണം. ദിവസവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് അപകടമാണെന്ന് യു ഡി എഫിൽ എല്ലാവർക്കും അറിയാം. വി ഡി സജഷൻ ഒഴിച്ച് ആരെങ്കിലും ഉണ്ടോ പറയാനത്? ആരും പറയുന്നില്ല. മുസ്ലിം ലീഗ് പോലും പറയുന്നില്ല. സമസ്ത ഐക്യ സമ്മേളനത്തിൽ അവർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾക്ക് യോജിപ്പില്ല, മതരാഷ്ട്രവാദം അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രമേയം. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൽ ഉള്ളത്. സമസ്തയാണെങ്കിലോ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് സമസ്തയാണ്. ആ സമസ്ത ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് കൂട്ടത്തിലെടുത്തിരിക്കുന്നു. ഇതെന്തൊരു പൊളിറ്റിക്സ്! ഇത് എക്സ്പോസ് ചെയ്താൽ ഇത് ജസ്റ്റിഫൈ ചെയ്ത് വിഷമിക്കും. മുസ്ലിം ലീഗും വിഷമിക്കും, കോൺഗ്രസും വിഷമിക്കും. അത് നിർഭാഗ്യവശാൽ CPM-ഓ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തന്ത്രം പയറ്റേണ്ടത് BJP ആണ്. BJP അത് ചെയ്യുന്നുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ജമാഅത്തെ ഇസ്ലാമിയെയും അതിലൂടെ കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത്, മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? മുസ്ലിം ലീഗിനെ രാജീവ് ചന്ദ്രശേഖർ അറ്റാക്ക് ചെയ്യുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയെയും അതിലൂടെ കോൺഗ്രസിനെയും ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അതൊരു കറക്റ്റ് പൊളിറ്റിക്സ് ആണ്. മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ BJP ആവൂ എന്നില്ല. വേണ്ടാത്തതിലൊക്കെ കയറി പോയിന്റഡ് ആയിട്ട് പോകണം. ആ ക്രിറ്റിസിസം കൊള്ളേണ്ടടുത്ത് കൊള്ളണം. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ UDF അന്തം വിട്ടു പോകും. നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നു? മുസ്ലിം ലീഗിൻ്റെ കോർ വോട്ടേഴ്സായ സമസ്ത ഇവരെ തള്ളി പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ. നിങ്ങൾ അവരെ ആലിംഗനം ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം? ഈ ഒരു ഡൈക്കോട്ടമി.